പ്രിയധികാര സുഹൃത്തുക്കളെ എല്ലാവർക്കും വേണ്ടിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ 8ാം ക്ലാസ്സിലെ 8ാമത്തെ പാഠഭാഗം ദേശീയ പ്രസ്ഥാനവും കേരളം ആരംഭിച്ചാലോ? ഈ ഒരു പാഠഭാഗത്ത് കേരളത്തിൽ നടന്ന ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട സമരങ്ങളും കേരളത്തിലെ സാമൂഹിക പരിഷ്കരണവുമാണ് നമ്മൾ പഠിച്ചുറപ്പിക്കുക. ആരംഭിക്കാം. വ്യത്യസ്ത യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കച്ചവടത്തിനായി കേരളത്തിലെത്തിയവരാ നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുത്ത രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കാനാണ് ശ്രമിച്ചത്. നമുക്ക് പരിചിതമാണ്. 8ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു അല്ലെ, പോർച്ചുഗീസുകാര് പതിയെ ആധിപത്യത്തിലേക്ക് നീങ്ങി. പോർച്ചുഗീസുകാരുടെ കേരളത്തിലെ പ്രധാന കേന്ദ്രങ്ങള് കൊച്ചി, അതോടൊപ്പം കൊല്ലമായിരുന്നു. അതേ തുടർന്ന് വരുന്ന ഡച്ചുകാര് കൊല്ലം ആക്രമിച്ച് കീഴ്പ്പെടുത്തി പോർച്ചുഗീസുകാർ അവിടെ നിന്ന് തുരത്തിയത് 1658 വാൻഗോയിൻസിന്റെ നേതൃത്വത്തിൽ. 1663 പോർച്ചുഗീസുകാരുടെ കൊച്ചിയിലെ ആധിപത്യ ഭൂപ്രദേശങ്ങളെ ഡച്ചുകാർ ഏറ്റെടുത്തു. തുടർന്ന് എത്തിച്ചേർന്ന ബ്രിട്ടീഷുകാര് ഡച്ചുകാരുടെ ആധിപത്യ ഭൂപ്രദേശം 1795 ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കുകയും ചെയ്തു. തുടർന്ന് തിരുവിതാംകൂറും കൊച്ചി ഉൾപ്പെടെയുള്ള നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യം അംഗീകരിച്ച് ബ്രിട്ടീഷ് റെസിഡന്റുമാരെ തിരുവിതാംകൂറിൽ പ്രവർത്തിക്കാൻ അനുവദിച്ചു. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതിനെ തുടർന്നുള്ള കാര്യങ്ങൾ കേരളത്തില് ആധിപത്യം ഉറപ്പിക്കാൻ യൂറോപ്യന്മാർക്കിടയിൽ നടന്ന മത്സരത്തിൽ മേൽക്കോയ്മ ലഭിച്ചത് ബ്രിട്ടീഷുകാർക്കായിരുന്നു. പോർച്ചുഗീസ് അധീന പ്രദേശങ്ങൾ ഡച്ചുകാർ ഏറ്റെടുത്തു. ഡച്ച് അധീന പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തത് 1795 അതാണ് ചരിത്രവും. യൂറോപ്യന്മാരുടെ ആഗമന കാലത്ത് കേരളത്തിലെ വിവിധ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് മലബാർ ഭൂപ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലും കൊച്ചി, തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ടുള്ള രാജഭരണത്തിന് കീഴിലുമാണ് നിലനിന്നിരുന്നത്. മലബാർ ഭൂപ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായി മാറിയത് മലബാർ ഭൂപ്രദേശം ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായി മാറിയത് 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെ. കൊച്ചി ബ്രിട്ടീഷ് മേധാവിത്വം അംഗീകരിച്ചത് 1791 തിരുവിതാംകൂർ ബ്രിട്ടീഷ് ആധിപത്യം അംഗീകരിച്ചത് 1795 1795 തന്നെയാണ് ഡച്ച് അധീന ഭൂപ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ 1795 എന്ന വർഷത്തോടുകൂടി കേരളം പൂർണ്ണമായി ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായി. അപ്പോ മലബാറിന്റെ ഉടമസ്ഥാവകാശം അധികാരം ബ്രിട്ടീഷുകാർക്ക് സ്വന്തമായത് 1792 ശ്രീരംഗപട്ടണ ഉടമ്പടിയാണ്. ഈ ശ്രീരംഗപട്ടണ ഉടമ്പടി നമ്മൾ ഈ 1ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. 3ാമത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ടിപ്പു പരാജയപ്പെട്ടപ്പോഴും ഒപ്പുവെച്ച ഉടമ്പടിയാണ്. കൊച്ചി രാജവംശം ബ്രിട്ടീഷ് മേധാവിത്വം അംഗീകരിച്ചത് 1791 തിരുവിതാംകൂർ നാട്ടുരാജ്യം ബ്രിട്ടീഷ് മേധാവിത്വം അംഗീകരിച്ചത് 1795 ഇതായിരുന്നു വടക്കൻ കേരളത്തില് ശ്രീരംഗപട്ടണം ഉടമ്പടിക്ക് മുൻപുണ്ടായിരുന്ന രാജ്യങ്ങൾ. ഇതിലെ ചിറക്കൽ രാജവംശം, ഈ ചിറക്കൽ രാജവംശമാണ് പിന്നീട് എന്തായിട്ട് മാറുക? കോലത്ത് നാടായിട്ട് മാറുക. കോലത്തിരി ഭരിച്ചിരുന്നു. നമ്മള് പോർച്ചുഗീസുകാർ പഠിച്ചപ്പോൾ പറഞ്ഞല്ലോ, കോലത്തിരിക്ക് വാസ്കോഡ് ഗാമയ്ക്ക് കച്ചവട അനുമതി നൽകിയ ആദ്യത്തെ കേരളത്തിലെ നാട്ടുരാജ്യം കോലത്തിരി ആയിരുന്നു. ആസ്ഥാനം ചിറക്കലാണ്, അതുകൊണ്ട് ചിറക്കൽ സ്വരൂപം എന്ന് പറയപ്പെടുന്നു. പിന്നെ കോട്ടയം രാജവംശം, ഇവിടെയാണ് പഴശ്ശിരാജ ഭരണം നടത്തുക. കുറുമ്പനാട് രാജാവ്, ഇത് പഴശ്ശിയുടെ അമ്മാവന് ഭരണം നടത്തുന്ന പഴശ്ശിയുടെ അമ്മാവന്റെ നാട്ടുരാജ്യമാണ്. അമ്മാവനെ കുറിച്ച് നമ്മൾ തന്നെ പഠിക്കും കേട്ടോ. കോഴിക്കോട് എന്ന് പറയുന്നത് സാമൂതിരിയുടെ അധികാര പരിധിയിൽ ഉണ്ടായിരുന്നതാണ്. സാമൂതിരി അഥവാ നെടിയിരിപ്പ് സ്വരൂപം. പിന്നെ ഏറനാട് എന്ന് പറയുന്നത് മറ്റൊരു നാട്ടുരാജ്യമാണ്. ഏറനാട് ഉടയോർ എന്നാണ് സ്ഥാനപ്പേര് അറിയപ്പെടുന്നത്. ഏറനാട് ഉടയോർ മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് ഭരിച്ചിരുന്നതാണ്. സ്ഥാനപ്പേര് ഏറാൾനാട് ഉടയോർ എന്നാണ് സ്ഥാനപ്പേര് അറിയപ്പെടുക. പിന്നെ വള്ളുവനാട് എന്ന് പറയുന്നത് ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം ആസ്ഥാനമായി ഭരിച്ചിരുന്നത്. സ്ഥാനപ്പേര് എന്ന് പറയുന്നത് വള്ളുവ കോനാതിരി.
വള്ളുവ കോനാതിരി. വള്ളുവ കോനാതിരി എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെട്ട നാട്ടുരാജ്യമാണ് വള്ളുവനാട് എന്ന് പറയുന്നത്. ഈ പൊന്നാനി എന്ന് പറയുന്നത് ചെറിയൊരു നാട്ടുരാജ്യമായിരുന്നു. വെട്ടത്തുനാട് സ്വരൂപം എന്നൊക്കെ പിന്നീട് അറിയപ്പെട്ടിരുന്നു. അത് പിന്നീട് കൊച്ചി രാജ്യത്തിന്റെ അതിർത്തിയായി കണക്കാക്കുന്നു. അപ്പൊ കൊച്ചി രാജവംശത്തിന്റെ അതിർത്തിയായി കണക്കാക്കുന്നത് ഏതാണ്? പൊന്നാനിയാണ്. കൊച്ചി രാജ്യത്തിന്റെ അതിർത്തിയായി കണക്കാക്കുന്നത് പൊന്നാനിയാണ്. അത് മനസ്സിലുണ്ടാവട്ടെ. ഓക്കെ. ഈ രാജ്യങ്ങളിൽ നമ്മൾ ഈ കുറുമ്പനാട് രാജ്യത്തെക്കുറിച്ചും കോട്ടയം രാജവംശത്തെക്കുറിച്ചുമാണ് ഇന്നേ ദിവസം പഠിക്കാനായിട്ട് ശ്രമിക്കുക. കോഴിക്കോട് നെടിയിരിപ്പ് സ്വരൂപം അഥവാ സാമൂതിരിയെക്കുറിച്ച് നമ്മൾ ആൾറെഡി പഠിച്ചു. ഓക്കെ, നോക്കാം. ശ്രീരംഗപട്ടണം ഉടമ്പടി. ഇങ്ങനെ ഉണ്ടായിരുന്ന കേരളത്തിലെ നാട്ടുരാജ്യങ്ങൾ ഹൈദരലിയുടെ വരവോടുകൂടി ഹൈദരലിക്ക് യുദ്ധമില്ലാണ്ട് തന്നെ പലരും കീഴടങ്ങി. അങ്ങനെ പൂർണ്ണമായും മൈസൂർ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു ഈ വടക്കൻ കേരളം. പൊന്നാനിക്ക് അപ്പുറത്ത് ഈ വടക്കൻ കേരളത്തിലെ നാട്ടുരാജ്യങ്ങളെല്ലാം ഹൈദരലിക്ക് കീഴടങ്ങി ഏകീകൃതമായി മാറി. ആ ഹൈദരലിയെ പരാജയപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ആ മൈസൂർ രാജാവായ ഹൈദരലിയുടെ പുത്രനായ ടിപ്പുവിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഈ ഭൂപ്രദേശം സ്വന്തമാക്കുക. മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ മൈസൂർ പരാജയപ്പെട്ടതിനെ തുടർന്ന് 1792 മാർച്ച് മാസം 18-ാം തീയതി മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. ശ്രീരംഗപട്ടണം എന്ന് പറയുന്നത് മൈസൂർ രാജവംശത്തിന്റെ തലസ്ഥാന നഗരമാണ് കേട്ടോ. അവിടെ വെച്ച് ഒപ്പുവെച്ചത് കൊണ്ടാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി എന്നറിയപ്പെടുക. ഉടമ്പടി പ്രകാരം ടിപ്പുവിന്റെ അധീനതയിലുണ്ടായിരുന്ന മലബാർ, കുർഗ് ഭൂപ്രദേശങ്ങൾ ആരേറ്റെടുത്തു? ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. മലബാർ, കുർഗ് ഭൂപ്രദേശങ്ങൾ ആർക്ക് ലഭിച്ചു? ബ്രിട്ടീഷുകാർ. മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിനെ പരാജയപ്പെടുത്തുവാൻ സഹായം നൽകിയ വടക്കൻ കേരളത്തിലെ അഥവാ മലബാറിലെ പ്രാദേശിക ഭരണാധികാരിയായിരുന്നു കോട്ടയം കേരളവർമ്മ. അദ്ദേഹത്തെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കുന്നത്. വടക്കേ മലബാറിലെ കോട്ടയം രാജകുടുംബാംഗം, ഇന്നത്തെ കണ്ണൂർ ജില്ലയിൽ കേട്ടോ, കോട്ടയം രാജകുടുംബാംഗമായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. ആദ്യകാലത്ത് മൈസൂർ ഭരണാധികാരികൾക്കെതിരെ മലബാറിൽ അദ്ദേഹം ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്നു. ആദ്യകാലത്ത് മൈസൂർ ഭരണാധികാരിക്കെതിരെ, അതായത് ടിപ്പു സുൽത്താനെതിരെ പഴശ്ശിരാജ ബ്രിട്ടീഷരെ സഹായിച്ചിരുന്നു. ഇതിന് പകരമായി കോട്ടയം പ്രദേശത്തെ നികുതി പിരിവിനുള്ള അധികാരം പഴശ്ശിക്ക് നൽകാമെന്നും ബ്രിട്ടീഷുകാർ വ്യവസ്ഥ ഉണ്ടാക്കി. പക്ഷേ മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം കഴിഞ്ഞപ്പോൾ ഈ വ്യവസ്ഥ ലംഘിക്കപ്പെട്ടു. ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലായതോടുകൂടി സ്ഥിതി മാറി. കോട്ടയത്തെ നികുതി പിരിവിനുള്ള അധികാരം ബ്രിട്ടീഷുകാർ അവരോട് കൂറ് പുലർത്തിയിരുന്ന, വിധേയത്വം പുലർത്തിയിരുന്ന പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പനാട് രാജാവ് വീരവർമ്മയെയാണ് ഏൽപ്പിച്ചത്. പഴശ്ശിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെ മലബാർ ഭൂപ്രദേശം കിട്ടിയപ്പോ അവരോട് കൂടുതൽ വിധേയത്വം ഉണ്ടായിരുന്ന കുറുമ്പനാട് രാജാവ് വീര രവിവർമ്മയെയാണ് നികുതി പിരിക്കാൻ ഏൽപ്പിച്ചത്. ഈ അവഗണനയ്ക്കെതിരെ പ്രതിഷേധിച്ച പഴശ്ശിരാജ പുതിയ ഭരണാധികാരികൾക്ക് നികുതി കൊടുക്കേണ്ടതില്ലെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അതായത് പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പനാട് രാജാവ് വീരവർമ്മയ്ക്ക് നികുതി കൊടുക്കേണ്ടതില്ലെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇതോടുകൂടി പഴശ്ശിക്കും ബ്രിട്ടീഷുകാർക്കെതിരെ സംഘർഷം ഉടലെടുത്തു. കാരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എപ്പോഴും അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ട്, റവന്യൂ വരുമാനത്തിന് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. പഴശ്ശിയുടെ ഈ ഒരു പ്രവൃത്തി ബ്രിട്ടീഷുകാരെ വിദ്വേഷത്തിന് കാരണമായി തീർന്നു. ജനങ്ങളോട് നികുതി കൊടുക്കണ്ട എന്ന് പറയുകയും കൂടാതെ പഴശ്ശി സ്വയം എന്ത് ചെയ്തു? അധികാരം നടത്തുവാനായിട്ട് ശ്രമിച്ചു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പഴശ്ശി കൈക്കൊണ്ട പ്രതിരോധ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം താവളം വയനാട്ടിലേക്ക് മാറ്റി. തദ്ദേശീയ ജനവിഭാഗങ്ങളെ കൂടെ ചേർത്തു. ഒളിപ്പോർ യുദ്ധമുറ നടത്തി. ഒളിപ്പോർ ഇദ്ദേഹം നടത്തിയത് കൊണ്ടാണ് അദ്ദേഹത്തെ സർദാർ കെ എം പണിക്കർ എന്തെന്ന് വിശേഷിപ്പിച്ചത്? പറങ്കിപ്പടയാളി എന്ന് വിളിച്ചത്. കാരണം ഒളിപ്പോര് അഥവാ യൂറോപ്യൻ യുദ്ധമുറ അഥവാ ഗെറില്ല യുദ്ധമുറ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നത് പോർച്ചുഗീസുകാരായിരുന്നു. പോർച്ചുഗീസുകാരെ നമ്മൾ പറങ്കികൾ എന്നാണ് വിളിക്കുക, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഒളിപ്പോര് നടത്തിയത് കൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ ആ പറങ്കിപ്പടയാളി എന്ന് വിളിക്കുക. അപ്പൊ താവളം വയനാട്ടിലേക്ക് മാറ്റി, തദ്ദേശീയ ജനവിഭാഗങ്ങളെ കൂട്ടിച്ചേർത്തു, ഒളിപ്പോര് നടത്തി. കുറിച്യരുടെ നായകനായ തലക്കൽ ചന്തു നായർ പടയെ നയിച്ച ഇടച്ചേനക്കുങ്കൻ, അതായത് പഴശ്ശിയുടെ സൈന്യാധിപനാണ് ആര്? ഇടച്ചേനക്കുങ്കൻ എന്ന് പറയുന്നത്. പഴശ്ശി ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞപ്പോൾ മറ്റ് പ്രാദേശിക നാട്ടുരാജാക്കന്മാരും
പഴശ്ശിയുടെ സഹായത്തിന് സൈന്യത്തേക്ക് വിട്ടു നൽകി. ആ സംയുക്ത സൈന്യത്തെ പഴശ്ശി വിപ്ലവ കാലഘട്ടത്ത് സംയുക്ത സൈന്യത്തെ നയിച്ചത് കൈതേരി അമ്പു. പഴശ്ശിയുടെ പ്രധാനമന്ത്രിയായിരുന്നു കണ്ണവത്ത ശങ്കരൻ. ഇരട്ടച്ചാരൻ എന്നറിയപ്പെടുന്ന പള്ളൂർ എമൻ നായരും ആരെ സഹായിച്ചു? പഴശ്ശിയെ സഹായിച്ചു. പള്ളൂർ എമൻ നായർ 1802 വരെ ബ്രിട്ടീഷ് ചാരനായിരുന്നു. 1802 മുതലാണ് പഴശ്ശിയുടെ സന്തത സഹചര്യമായിട്ട് മാറുക. അതുകൊണ്ടാണ് പള്ളൂർ എമൻ നായരെ എന്തെന്ന് വിളിക്കുന്നത്? ഇരട്ട ചാരൻ എന്ന് വിളിക്കുക. അപ്പൊ കുരിശിയർ തലവനായ തലക്കൽ ചന്തുവും നായർ പടയെ നയിച്ച പഴശ്ശിയുടെ സൈന്യാധിപരായ ഇടശ്ശേനക്കൊങ്കനും പഴശ്ശിയുടെ സംയുക്ത സൈന്യത്തെ നയിച്ച കൈതേരി അമ്പുവും കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരും പള്ളൂർ ഏമൻ നായരും പഴശ്ശിക്ക് ശക്തമായ പിന്തുണ നൽകി. ഞാൻ പറഞ്ഞു തലക്കൽ ചന്തു എന്ന് പറയുന്ന കുരിശിയരുടെ നായകനാണ്. നിങ്ങള് പഴശ്ശിരാജ എന്ന മലയാള ചലച്ചിത്രം കണ്ടിരുന്നോ? അതിലെ കഥാപാത്രങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ സാധിച്ചേക്കും. തലക്കൽ ചന്തു എന്ന് പറയുന്നത് ആ സിനിമയിൽ അവതരിപ്പിക്കുന്നത് മനോജ് കെ ജയൻ എന്ന നടനാണ്. പഴശ്ശിയുടെ സൈന്യാധിപൻ അഥവാ നായർ പടയെ നയിച്ചത് ഇടച്ചേനക്കുങ്കൻ, അതായത് ശരത് കുമാറാണ്. പഴശ്ശിയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സൈന്യാധിപൻ ഇടച്ചേനക്കുങ്കൻ നായർ. പഴശ്ശിയുടെ സംയുക്ത സൈന്യത്തെ നയിച്ചത് കൈതേരി അമ്പു, സുരേഷ് കൃഷ്ണ എന്ന നായകരാണ്. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ എന്ന് പറയുന്നത് പഴശ്ശിയുടെ പ്രധാനമന്ത്രിയാണ്. ഈ റോൾ അവതരിപ്പിക്കുന്നത് ദേവൻ എന്ന നടനാണ്. പള്ളൂർ ഏമൻ നായർ ലാലു ലക്സ് ആണ്. ഇരട്ടച്ചാരൻ എന്നറിയപ്പെടുന്ന പള്ളൂർ ഏമൻ നായരുടെ റോൾ അവതരിപ്പിക്കുന്നത് ലാലു ലക്സ് ആണ്. അപ്പൊ സിനിമ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ. വനങ്ങളും മലയിടുക്കുകളും നിറഞ്ഞ വയനാട്ടിൽ ജനങ്ങളുടെ പിന്തുണയോടുകൂടി പ്രതിരോധം തീർത്ത പഴശ്ശിയെ കീഴടക്കുക എളുപ്പമല്ലെന്ന ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി. കാരണം ബ്രിട്ടീഷുകാർക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ വന്നു. അദ്ദേഹത്തിനെതിരെ പഴശ്ശിയുടെ സൈന്യത്തിനെതിരെ കുറെ നടപടികൾ, അതായത് പഴശ്ശിയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി കുറെ നടപടികൾ ബ്രിട്ടീഷുകാർ സ്വീകരിച്ചു. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ സൈനിക താവളങ്ങൾ ഒരുക്കി. പുതിയ റോഡുകൾ നിർമ്മിച്ചു. എന്തിനു വേണ്ടി? വയനാടിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട്. കൂടുതൽ സൈനികരെയും ചരക്കുകളും എത്തിക്കാനായിട്ട് പുതിയ റോഡുകൾ നിർമ്മിച്ചു. വയനാട്ടിലേക്ക് അരി എത്തുന്നത് തടഞ്ഞു. അത് വയനാട്ടിലെ ജനങ്ങളെ, അതായത് പഴശ്ശിയെ പിന്തുണച്ച ജനങ്ങളെ പട്ടിണിക്ക് ഇടയാക്കുകയും ചെയ്തു. കലാപത്തിൽ പങ്കെടുക്കുന്നവരെ പിടിച്ചു കൊടുക്കുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചു. ആദ്യം ദാരിദ്ര്യമുണ്ടാക്കി, അരിയെത്തിക്കുന്നത് തടഞ്ഞ് ദാരിദ്ര്യമുണ്ടാക്കി. കലാപത്തിൽ പങ്കെടുക്കുന്നവരെ പിടിച്ചു കൊടുക്കുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചു. ദാരിദ്ര്യത്തിൽ ആടിയുലഞ്ഞ ജനത പലരും ഈ കലാപകാരികളെ പിടിച്ചു കൊടുക്കാനായിട്ട് ശ്രമിച്ചു പാരിതോഷികത്തിന് വേണ്ടി. പക്ഷെ ബ്രിട്ടീഷുകാരെ പറ്റിക്കാനുണ്ടായത് പാരിതോഷികം പ്രഖ്യാപിച്ചതിൽ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ പാരിതോഷികം നൽകിയിട്ടുമുള്ളൂ എന്നത് യാഥാർത്ഥ്യമാണ്. ഓക്കെ. അപ്പോ വനങ്ങളും മലയിടുക്കുകളും നിറഞ്ഞ വയനാട്ടിലെ ജനങ്ങളുടെ പിന്തുണയോടെ പ്രതിരോധം തീർത്ത പഴശ്ശി കിടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാരെ കൈക്കൊണ്ട നടപടികൾ നോക്കാം. തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ സൈനിക താവളങ്ങൾ ഒരുക്കി. വയനാട്ടിലേക്ക് ചുരം കയറി മുകളിൽ പോണമല്ലോ, പുതിയ റോഡുകൾ നിർമ്മിച്ചു. വയനാട്ടിലെ അരി എത്തുന്നത് തടഞ്ഞു. അത് ജനജീവിതം ദുസ്സഹമാക്കി ദാരിദ്ര്യത്തിലേക്ക് നീങ്ങി. കലാപത്തിൽ പങ്കെടുക്കുന്നവരെ പിടിച്ചു കൊടുക്കുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചു. കമ്പനി ഭരണത്തിനെ പ്രതിസന്ധി ഉണ്ടാക്കിയ പഴശ്ശിയെ നേരിടാൻ പ്രഗത്ഭരായ സൈന്യാധിപരെ നിയോഗിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഒടുവില് തലശ്ശേരിയിലെ സബ് കളക്ടറായി നിയോഗിക്കപ്പെട്ട തോമസ് ഹാൽവേ ബാബർ പഴശ്ശിയുടെ ശക്തിയായിരുന്ന സേനാനായകരെ വധിച്ചും താവളങ്ങൾ കണ്ടെത്തിയും പഴശ്ശിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. 1805 നവംബർ 30 കണ്ണൂർ വയനാട് ബോർഡറിലുള്ള വയനാട്ടിലെ മാവിലാന്തോട് എന്ന സ്ഥലത്ത് വെച്ച് കമ്പനി സൈന്യത്തോടുള്ള ഏറ്റുമുട്ടലിൽ അദ്ദേഹം വീരമൃത്യു വരിച്ചു. ചരിത്രപരമായി ബ്രിട്ടീഷ് വെടിയേറ്റ് മരിച്ചു എന്നാണ് കണക്കാക്കുക. അതുകൊണ്ടാണ് കമ്പനി സൈന്യത്തോടുള്ള ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ചു എന്ന് പറയുന്നത്. പക്ഷേ പഴശ്ശിരാജയെക്കുറിച്ച് സർദാർ കെ എം പണിക്കർ എഴുതിയ കേരള സിംഹം എന്ന നോവലില് പഴശ്ശി ആത്മഹത്യ ചെയ്തതായിട്ടാണ് വിവരിച്ചിരിക്കുന്നത്. പക്ഷെ ചരിത്രപരമായി അത് തെറ്റെന്നാണ് വാദിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു സാഹചര്യം കൂടെ പറയാം കേട്ടോ. അപ്പൊ കമ്പനി ഭരണത്തിന് പ്രതിസന്ധി ഉണ്ടാക്കിയ പഴശ്ശിയെ നേരിടാൻ പ്രഗത്ഭരായ സൈന്യാധിപരെ നിയോഗിച്ചു. പ്രധാനമായി പഴശ്ശിയെ നേരിടാൻ നിയോഗിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈന്യാധിപനായിരുന്നു ആർതർ വെല്ലസ്ലി. ആർതർ വെല്ലസ്ലി 2000 പേരടങ്ങുന്ന ഒരു പോലീസ് സംവിധാനത്തിന് തുടക്കം കുറിച്ചു. ഇവരെ കോൽക്കാർ എന്നാണ് വിളിക്കുക.
കോൽക്കാർ എന്ന സൈനിക വിഭാഗത്തിന് തുടക്കം കുറിച്ചുവെങ്കിലും പഴശ്ശിയെ അത്യന്തികം കീഴടക്കാൻ ആർക്ക് കഴിഞ്ഞില്ല, ആർതർ വെൽസ്ലിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് തലശ്ശേരി സബ് കളക്ടറായി വന്ന തോമസ് ഹാർവേ ബാബർ പഴശ്ശിയുടെ ശക്തിയായിരുന്ന സേനാനായകനെ വധിച്ചും താവളങ്ങൾ കണ്ടെത്തിയും പഴശ്ശിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയത്. 1805 നവംബർ 30 വയനാട്ടിലെ മാവിലാന്തോട് എന്ന സ്ഥലത്ത് വെച്ച കമ്പനി സൈന്യവുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ അദ്ദേഹം വീരമൃത്യു മരിച്ച ഡേറ്റ് മറക്കരുത്, 1805 നവംബർ 30. തോമസ് ഹാൽവേ ബാബർ ഒരു ധീരനായ ഭരണാധികാരിയായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തർദേശീയ തലത്തിലെ യുദ്ധത്തിന് ഒരു മാന്യതയുണ്ട്. യുദ്ധം ചെയ്യുമ്പോൾ ശത്രുവായി കണ്ടാലും അദ്ദേഹം സ്വന്തം രാജ്യത്തിന് വീരമൃത്യു വരിച്ചു കഴിഞ്ഞാൽ, മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ആദരവോടുകൂടി കണക്കാക്കണം. അത് അന്തർദേശീയ തലത്തിലെ യുദ്ധ തന്ത്രം തന്നെയാണ്, യുദ്ധ സാഹചര്യം തന്നെയാണ്. പൊരുതുമ്പോൾ ശത്രുവാണെങ്കിലും മരണപ്പെട്ടാൽ അദ്ദേഹം ആ രാജ്യത്തിന്റെ വീരപുത്രനാണ്. അതോടുകൂടി ആ ബഹുമതിയോടുകൂടി അദ്ദേഹത്തെ ആദരിക്കണം. ഇതേ കാഴ്ചപ്പാട് തന്നെയാണ് തോമസ് ഹാൽവേ ബാബർക്കും ഉണ്ടായിരുന്നത്. ഇവിടെ നോക്കി അദ്ദേഹം എഴുതിയ ഒരു കത്തിന്റെ ഒരു ഭാഗമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അയാൾ ഒരു കലാപകാരിയാണെങ്കിലും ഈ രാജ്യത്തെ പ്രകൃത്യാ നിലവിലുള്ള നാടുവാഴികളിൽ ഒരാളെന്ന നിലയിൽ നിലംപതിച്ച ശത്രുവിനോട് കാണിക്കാറുള്ളതിൽ നിന്നും വ്യത്യസ്തമായി അയാളെ പരിഗണിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നി. പഴശ്ശിയുടെ ശരീരം ഔദ്യോഗിക ബഹുമതികളോടുകൂടി മാനന്തവാടിയിൽ സംസ്കരിച്ചതിനെ കുറിച്ച് തലശ്ശേരി സബ് കളക്ടർ ആയിരുന്ന തോമസ് ഹാൽവേ ബാബർ മലബാർ പ്രിൻസിപ്പൽ കളക്ടർ തോമസ് വാർഡന് എഴുതിയ കത്തിന്റെ ഒരു ഭാഗമാണിത്. മനസ്സിലായോ? അപ്പോ പഴശ്ശിരാജയെ അദ്ദേഹം എന്ത് ചെയ്തു? ആദരവോടുകൂടി സംസ്കരിക്കുവാൻ ഏർപ്പാടുകൾ ചെയ്തു. പലപ്പോഴും ശത്രുക്കളെ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അവരെ നിഷ്കരണം വെച്ചു ചിന്തുന്ന നടപടിയാണ് പലപ്പോഴും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കാറ്. പക്ഷെ ഇവിടെ അതിൽ നിന്ന് വിഭിന്നമായി പഴശ്ശിയോടുള്ള ആദരസൂചകമായി, പോരാട്ട വീര്യത്തിലുള്ള ആദരസൂചകമായിട്ട് ഔദ്യോഗിക ബഹുമതികളോടുകൂടി മാനന്തവാടിയിൽ സംസ്കരിച്ചു. അപ്പൊ പഴശ്ശിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഇവിടെ മാനന്തവാടിയാണ്. പഴശ്ശിയെ പരാജയപ്പെടുത്തിയ തലശ്ശേരി സബ് കളക്ടർ ആരാണ്? തോമസ് ഹാൽവേ ബാബർ. ഓക്കെ അല്ലേ? പഴശ്ശി കൊല്ലപ്പെട്ടത് മാവിലാത്തോടിലല്ലേ? അതുകൊണ്ട് തന്നെ പഴശ്ശിയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ മാവിലാത്തോട് എന്ന് പറയാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ വയനാട് ജില്ലയിലെ ഭാഗമാണ് മാവിലാത്തോട്. കണ്ണൂർ ബോർഡറിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പൊ പഴശ്ശിയുടെ പഴശ്ശിയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? മാവിലാത്തോട്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ വടക്കൻ കേരളത്തിലെ അല്ലെങ്കിൽ മലബാറിലെ ധീരദേശാഭിമാനിയാണ് പഴശ്ശിരാജ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ കുറിച്ചാണ് നമ്മൾ ഈ ആദ്യത്തെ ഭാഗത്ത് പഠിച്ചുറപ്പിക്കുക. തുടർന്ന് മറ്റ് ഭാഗ്യങ്ങളിൽ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന പ്രതിഷേധ സമരങ്ങൾ പഠിച്ചുറപ്പിക്കാം. ഇത്രയും കൃത്യമായി പഠിച്ചു വരിക. ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.